ശബരിമലയിലെ സ്വർണം കവരുക മാത്രമാണ് കേരള സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ പാഴാക്കിയതായും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്രത്തിന് മേൽ പഴിചാരാനാണ് ഇപ്പോഴത്തെ ശ്രമം. മണ്ഡലകാലത്ത് ശരിയായ തയ്യാറെടുപ്പ് ദേവസ്വം ബോർഡ് നടത്തിയില്ലെന്നും BJP നേതാവ് വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കുക എന്നുള്ളതിനപ്പുറത്ത് ശബരിമലയിലെത്തുന്ന കോടിക്കണക്കിന് ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഈ സംഭവങ്ങളിലൂടെ. പമ്പയിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തി. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ശബരിമല തീർത്ഥാടനം എങ്ങനെ സുഗമമായിട്ട് നടത്താം, എങ്ങനെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ്. ഒരുപക്ഷെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ആ മാർഗം എന്നുള്ള നിലയിലാണോ ഇതൊക്കെ ഏർപ്പെടുത്തിയത്, ഈ പരിപാടി നടത്തിയത് എന്ന് പോലും സംശയിക്കാവുന്ന സാഹചര്യമാണ്. അതിനിടയിൽ സർക്കാർ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം, ഇതിൻ്റെ പഴി കേന്ദ്ര സർക്കാരിൻ്റെ മുകളിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്.